ഞാൻ 2006 ഈ BP മൊയ്തീൻ്റെ സഹോദരൻ BP റഷീദ്, അദ്ദേഹം ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനാണ്. അങ്ങനെ തിരുവനന്തപുരത്തൊരു പരിപാടി കവർ ചെയ്യാൻ പോകുന്ന സമയത്താണ് അദ്ദേഹമായി ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ജീവിതത്തിൽ മഹാത്യാഗം ചെയ്തവരെ കുറിച്ചിട്ട് ഞാൻ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൽ ഡോക്യുമെൻ്ററി സീരീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോഴിക്കോട് എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് യാദൃശ്ചികമായി ചോദിക്കുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞതാണ്, എൻ്റെ ജ്യേഷ്ഠത്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണോ? അല്ല, ഭാര്യയല്ല, അവർ പ്രണയിച്ചു, വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോഴും എൻ്റെ ജ്യേഷ്ഠൻ്റെ വിധവയായി ജീവിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഭയങ്കരമായൊരു അട്രാക്ഷൻ തോന്നി. അപ്പം ഒരു നഷ്ടപ്പെട്ട കാമുകിന് വേണ്ടി കാത്തിരിക്കുന്ന കാമുകി, അതിനകത്തൊരു ത്യാഗമുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് വാസ്തവത്തിൽ ഞാൻ കോഴിക്കോട് മുക്കത്തേക്ക് വണ്ടി കയറുന്നത്. അപ്പോൾ എൻ്റെ ഒരു മിനിമം ക്രൂ മാത്രമേ എന്നോടൊപ്പം ഉള്ളൂ. ഒരു ജൂലൈ മാസമാണത്. ആകാശം കാറ് കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ രാവിലെ കാഞ്ചനയിടത്തിയുമായി സംസാരിക്കുന്നു, റഷീദ് കെയുമായി സംസാരിക്കുന്നു. അപ്പോൾ ഈ മൊയ്തീനും കാഞ്ചനയുമായിട്ടുള്ള പ്രണയബന്ധം വാസ്തവത്തിൽ അന്നാണ് ഞാൻ കാഞ്ചനയിടത്തിൽ നിന്നും 2006 ഇത് കേൾക്കുന്നത്. മുക്കംബാസി മൊയ്തീൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭാഷണങ്ങൾക്കിടയിൽ എനിക്ക് തോന്നി, മഴ പെയ്തിരുന്നെങ്കിൽ രസകരമായിട്ട് ആ തെയ്യത്തും കടവിൽ, അതായത് മൊയ്തീൻ നഷ്ടപ്പെട്ട കടവിൽ കാഞ്ചനയിടത്തെ കൊണ്ടുപോയി അവിടെ നിർത്തി ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു 3 മണി വരെ വെയിറ്റ് ചെയ്തു. കാരണം അന്ന് മഴ പെയ്യും, തലേന്നൊക്കെ നല്ല മഴയായിരുന്നു. അങ്ങനെ 3 മണിയായപ്പോൾ മഴയ്ക്ക് സാധ്യത വന്നു. കാഞ്ചനയിടത്തെയും കയറ്റി ഈ വണ്ടിയിൽ പിന്നെ നമ്മുടെ തെയ്യത്തും കടവ്, ഇരുവഴിഞ്ഞിപ്പുഴയിലെ ആ കടവിലേക്ക് പോവുകയാണ്. ഭീകരമായി മഴ പെയ്യുന്നു, അങ്ങ് അതിഭയങ്കര പെരുമഴ. കാഞ്ചനയിടത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തെയ്യത്തും കടവിലേക്ക് അങ്ങ് നടക്കുകയാണ്. അപ്പോൾ പുറകിൽ ക്യാമറ ഉണ്ടെന്ന് അവർക്ക് ആ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെയാണല്ലോ ക്യാമറ ഉണ്ടെന്ന് അവർ അറിയുന്ന പോലുമില്ല. തെയ്യത്തും കടവ് കണ്ടപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, മൊയ്തീൻ നഷ്ടപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് അവർ തെയ്യത്തും കടവിലേക്ക് പോകുന്നത്. 30 വർഷത്തിന് ശേഷം തെയ്യത്തും കടവിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അവിടെ ഒരു തോണി കിടന്നു, ആ തോണിയിലങ്ങ് കയറിയിരിക്കുന്നു. ഞാൻ ഭയന്നുപോയി. കാരണം മൊയ്തീൻ നഷ്ടപ്പെട്ട പുഴയാണ്, ഇനി ഇവരെന്തെങ്കിലും അങ്ങ് ഇറങ്ങി പോകുമെന്നുള്ളതൊക്കെ പേടിച്ചു പോയി. അപ്പോൾ നമ്മൾ പുറകെ നിന്ന് വിളിക്കുകയാണ്, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ പോയി കുറേ നേരം തോണിയിലിരിക്കുന്നു, മഴ നനഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. ഇതവരറിയുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൊയ്തീൻ്റെ ഖബറിനരികിലേക്ക് വരുന്നു. അപ്പോൾ ഖബറും മുഴുവൻ പുല്ല് പിടിച്ച് കിടക്കുകയായിരുന്നു. അവർ തന്നെ അതെല്ലാം പറിച്ചു മാറ്റി BP മൊയ്തീൻ എന്നെഴുതിയ ആ ഖബർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പം ഭയങ്കരമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു പ്രൊഫൈൽ, ഒരു ടൈറ്റ് ഷോട്ട് വെച്ചു. അന്ന് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ആ ടൈറ്റ് ഷോട്ടിലൊന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത്, പെരുമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കണ്ണടയ്ക്കകത്തൂടെ കണ്ണീര് ധാരയായിട്ട് കണ്ണീരെങ്ങനെ വരികയാണ്. അപ്പോൾ മുതലാണ് എൻ്റെ ഒരു ടെൻഷനും ആശങ്കയും ആരംഭിച്ചത്. അപ്പോൾ കാമുകൻ മരിച്ചിട്ട് കാമുകൻ മാത്രം, ഞാൻ പറഞ്ഞില്ലേ, മാംസനിബദ്ധമല്ലാത്ത അനുരാഗത്തിന് വേണ്ടി ഇത്ര വർഷം കാത്തിരുന്നവരാണ് അവർ. കാമുകൻ നഷ്ടപ്പെട്ട് ഇത്ര വർഷമായിട്ടും ആ കണ്ണുകൾ ഇങ്ങനെ നനയണമെങ്കിൽ അപ്പോൾ അതിനകത്തെന്തൊരു ആഴമുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഞാൻ BP റഷീദ്, ഇതിൻ്റെ സഹോദരൻ റഷീദുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഇത് സിനിമയാക്കാൻ 2007 നമ്മൾ ധാരണയായതാണ്, സിനിമയാക്കാൻ തയ്യാറാകുന്നു. കാഞ്ചനയിടത്തിയുമായി സംസാരിക്കുന്നു, അവരും വലിയ താല്പര്യത്തിലായിരുന്നു. മുക്കംബാസി, നാട്ടുകാർ. അപ്പോൾ അങ്ങനെ റഷീദൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടമായിട്ട് ഞാനിതങ്ങ് ആരംഭിക്കുന്നു. അപ്പോൾ കുറേശ്ശെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. 2009 ഞാൻ എൻ്റെ തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചിട്ട് ഞാൻ എൻ്റെ വണ്ടിയെടുത്ത് അന്ന് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് പോയ പോക്കാണ്. ഇപ്പോഴാണ് വാസ്തവത്തിൽ തിരുവനന്തപുരത്തേക്ക് വന്ന് കാല് നീട്ടിയിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഒരു ലളിതമായ രീതിക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് എത്രമാത്രം നമ്മൾ ഇതൊക്കെ മതിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതാണ് ഇതിൻ്റെ ഒരു അവസാനം. അപ്പോൾ അതിനുവേണ്ടി കുറേ സമയമെടുക്കുന്നു, തിരക്കഥ രൂപീകരിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ക്യാൻവാസിൽ വേണം ചെയ്യാൻ. കാരണം എല്ലാ ഫ്രെയിമുകൾക്കും അതിന് അനുയോജ്യമായ മഴ, പ്രണയം പറയുമ്പോൾ അതിനപ്പുറത്തൊരു ചാറ്റൽ മഴ വേണം, അച്ഛനും മകനുമായിട്ടുള്ള സംഘർഷങ്ങൾ വരുമ്പോൾ അവിടെ പെരുമഴ വേണം. എല്ലാ സംഭവങ്ങൾക്കും ശേഷം ഇപ്പോൾ കോടതി, ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോടതിയിൽ അച്ഛൻ പരാജയപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ നനഞ്ഞ മണ്ണും ഇന്നലെ എവിടെയോ പെയ്ത മഴ, അങ്ങനെ ഓരോ അന്തരീക്ഷം ഞാൻ കൃത്യമായും. അപ്പോൾ അതിനൊരു വലിയ ക്യാൻവാസിൽ വലിയ സാമ്പത്തികം ചിലവാക്കണം, പഴയ മുക്കം കവല റീക്രിയേറ്റ് ചെയ്യണം, 100 കണക്കിന് അഭിനേതാക്കൾ, കോസ്റ്റ്യൂം, ആർട്ട്, അങ്ങനെ പറഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ നാളെ രാവിലെ ഒന്ന് ഷൂട്ട് ചെയ്ത് മറ്റന്നാൾ രാവിലെ തിയേറ്ററിലെത്തിക്കാനുള്ള പടമായിട്ടല്ല വാസ്തവത്തിൽ ആദ്യമേ പ്ലാൻ ചെയ്തത്.
അപ്പോൾ അത് പിന്നെ ഞാനിതിൻ്റെ ഡിജിറ്റൽ സ്റ്റോറി ബോർഡ് ആദ്യമേ തന്നെ ഒരു 3 വർഷം മുമ്പ് തന്നെ നമ്മളിതിൻ്റെ ഡിജിറ്റൽ സ്റ്റോറി ബോർഡ് ഓരോ ഷോട്ടും രൂപീകരിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതായത് മൊയ്തീനും കാഞ്ചനയും എന്ന ആ ചിന്തയിൽ നിന്നും ഈ 7 വർഷം ഇതേ ജീവിതമെന്ന് പറഞ്ഞിട്ട് വാസ്തവത്തിൽ ഇരിക്കാനുള്ളൊരു മനസ്സും ഒരു സാഹചര്യവും ഉണ്ടായതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ സംഭവിച്ചു. ഇതിനകത്ത് ഇപ്പം പൃഥ്വിരാജ് എന്ന് പറയപ്പെടുന്ന ഒരു വലിയ താരത്തിൻ്റെ ഡേറ്റ് കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ വെല്ലുവിളി. സ്വാഭാവികമായിട്ടും പൃഥ്വി ഡോക്യുമെൻ്ററി കാണുന്നു, പിന്നീട് തിരക്കഥ വായിക്കുന്നു, അങ്ങനെ അദ്ദേഹം അതിലേക്ക് ഇൻവോൾവ് ആവുന്നു. പാർവതി നമുക്കറിയാം, പിന്നെ എന്താണ് ഒരു സിനിമയ്ക്ക് വേണ്ടി പാർവതി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എടുക്കുന്ന തയ്യാറെടുപ്പുകളും അതിൻ്റെ ഇൻവോൾവ്മെൻറ്റുകളും. സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് എനിക്ക് 3-4 ഷെഡ്യൂളുകളായി ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ പ്രതിസന്ധികൾ വാസ്തവത്തിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനോടൊപ്പം സഹകരിച്ച് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എന്നെ ബോധ്യമായി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇത് പഠിച്ചു വച്ചിരിക്കുകയാണെന്നും എനിക്ക് ഇതൊക്കെ ഒരു തയ്യാറെടുപ്പ് എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു പുതിയ ആളായിട്ട് പോലും എന്നിൽ വാസ്തവത്തിൽ ഒരാൾ പോലും, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും വാസ്തവത്തിൽ എന്നിലൊരു വിശ്വാസം തന്നിരുന്നു എന്നുള്ളത് അത് വാസ്തവമാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാം, അവരെന്ത് പറഞ്ഞാലും ശരി, ഞാനിത് പഠിച്ച് എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവരെന്ത് ചോദിച്ചാലും വ്യക്തമായ മറുപടി എനിക്ക് അക്കാര്യത്തിലുണ്ടായിരുന്നു. ഒന്ന്, പിന്നെ പൃഥ്വിരാജ് എന്ന് പറയപ്പെടുന്ന ഒരു വലിയ താരം ഒരു താരം എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് തന്ന ഒരു മാനസികമായ ഒരു സപ്പോർട്ട്, പിന്നെ നിർമ്മാതാക്കൾ അവരുടെ സപ്പോർട്ട്, ജോമോൻ്റെ മികച്ച ക്യാമറ, സംഗീതം, എല്ലാ അർത്ഥത്തിലും ഒരു മഹാനായ ഒരു ദൈവം നമ്മുടെ ഒരു എഫർട്ടൊക്കെ കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ എവിടെയോ നിന്ന് നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ്.